കൊച്ചി നെടുമ്പാശ്ശേരിയിൽ നിന്നും ദുബായിലേക്കുള്ള സ്പൈസ് ജെറ്റ് വിമാനം വൈകുന്നു. ഇന്നലെ രാത്രി 11:15 പുറപ്പെടേണ്ട വിമാനം ഇതുവരെ പുറപ്പെട്ടിട്ടില്ല. സാങ്കേതിക തകരാറിനെ തുടർന്നാണ് വൈകുന്നതെന്ന് വിമാന കമ്പനി അധികൃതരുടെ വിശദീകരണം. വിവരങ്ങളുമായി ഉമേഷ് ഒരിക്കൽ കൂടി ചേരുകയാണ്. ഉമേഷ്, എന്ത് സാങ്കേതിക പ്രശ്നമെന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്, വിമാന അധികൃതർ? സിജു, ഇന്നലെ രാത്രി 11:15 പുറപ്പെടേണ്ട വിമാനമാണ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ദുബായിലേക്കുള്ള വിമാനം. ഇതിൽ 173 യാത്രക്കാരാണ് പോകേണ്ടിയിരുന്നത്. എന്നാൽ ഇപ്പോൾ 12 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു, ഇപ്പോഴും വിമാനം പുറപ്പെട്ടിട്ടില്ല. ഇതിനൊരു കൃത്യമായ കാരണം അവർ പറയുന്നില്ല എന്നാണ് യാത്രക്കാർ പറയുന്നത്. കമ്പനി അധികൃതർ, സ്പൈസ് ജെറ്റ് കമ്പനി അധികൃതർ പറയുന്നത് സാങ്കേതിക തകരാറുണ്ട് എന്ന് മാത്രമാണ്. എന്താണ് സാങ്കേതിക തകരാർ എന്ന് അവർ വിശദീകരിച്ചില്ല. ഏതായാലും ഈ സാങ്കേതിക തകരാർ ഇന്ന് വൈകുന്നേരത്തോടെ തന്നെ പരിഹരിച്ച് വൈകിട്ടോടെ തന്നെ വിമാനം പുറപ്പെടും എന്നാണ് ഇവർ യാത്രക്കാരോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഒരു രാത്രി മുഴുവൻ കഴിഞ്ഞു, പക്ഷെ ഇപ്പോഴും തങ്ങൾക്ക് വേണ്ട സൗകര്യമൊന്നും ഈ കമ്പനി അധികൃതർ ചെയ്തു തന്നില്ല എന്നുള്ള ആക്ഷേപമൊക്കെ യാത്രക്കാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏതായാലും ഇന്ന് വൈകുന്നേരത്തോടെ തന്നെ വിമാനം തിരികെ ദുബായിലേക്ക് പുറപ്പെടും എന്നുള്ളത് തന്നെയാണ് കമ്പനി അധികൃതർ ഇപ്പോഴും യാത്രക്കാരോട് പറയുന്നത്. നേരത്തെയും ഈ സ്പൈസ് ജെറ്റ് വിമാനങ്ങൾ ഇതുപോലെ നിരവധി സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം ഈ വൈകിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ടല്ലോ, അതും ഇതേ നെടുമ്പാശ്ശേരിയിൽ തന്നെ? അതെ, പലപ്പോഴും ഇതിനു മുൻപ് പലതവണ ഈ വിദേശത്തേക്കൊക്കെ പോകേണ്ടുന്ന വിമാനങ്ങൾ ഇതുപോലെ ഒരുപാട് മണിക്കൂറുകൾ വൈകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. യാത്രക്കാർ പ്രതിഷേധിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ പ്രതിഷേധം ശക്തമായപ്പോൾ ഇവർക്ക് പിന്നീട് ഹോട്ടലിൽ മുറിയെടുത്ത് നൽകുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ അങ്ങനെയൊന്നും അവരുടെ ഭാഗത്തു നിന്നുള്ള സഹായം ഉണ്ടായില്ല എന്നുള്ളതാണ് യാത്രക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. ഏതായാലും നിലവിലുണ്ടായ സാങ്കേതിക പ്രശ്നത്തിൽ ഖേദിക്കുന്നതായി അവർ യാത്രക്കാരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ യാത്രക്കാർ തൃപ്തരല്ല എന്നുള്ളതാണ് അവരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഏതായാലും ഇന്ന് വൈകുന്നേരത്തോടെ തന്നെ എന്തായാലും വിമാനം ദുബായിലേക്ക് പുറപ്പെടും എന്ന ഉറപ്പിന്മേലാണ് ഇപ്പോൾ യാത്രക്കാരോട് അവർ സംസാരിച്ചിരിക്കുന്നത്. അങ്ങനെയാണ്. ശരി, ഉമേഷാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.